അത് പിന്നെ നമുക്കൊരു ചായ കുടിക്കാനുള്ള പരിപാടി നോക്കാം. അതും ലോക്കൽ സെറ്റപ്പ് ഒന്നും പോരാ. നമുക്കൊരു മലയുടെ ഏറ്റവും ഉയരത്തിൽ പോയി ചായ കുടിക്കാം. അതിന് നമുക്കൊരു സ്ഥലമുണ്ട്. നമ്മുടെ ആൽബിന്റെ ഒരു സ്ഥലമുണ്ട്, ഒരു സ്പോട്ട് ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഓ ഓ ഓ ഓ ഓ മാൻ അലുന, സംഭവം നല്ലൊരു ഓഫ് റോഡ് സെറ്റപ്പാട്ടോ. സംഭവം കൊള്ളാം എന്തായാലും. ഓ എടാ, വെള്ളമൊക്കെ ചാടുന്ന ഇതാണല്ലോടാ. ഇത് എപ്പോഴും ഇവിടെ എങ്ങനെയാടാ മഴക്കാലത്ത്? എടാ, ഇത് ഉന്തി കയറ്റേണ്ടി വരുമല്ലോടാ. ഇത് കയറി സംഭവം കയറി വാടാ. അതെ, സംഭവം കളറായിട്ടോ. ഒരു ചായ കുടി എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്ര ഒന്നും വിചാരിച്ചില്ല കേട്ടോ ഇവനാ. ഞാനേ ഈ പ്രകൃതിയുടെ ഒരു സൗണ്ട് കേൾപ്പിച്ച നീ വാ. അതൊരു ഫീൽ തന്നെ കേട്ടോ. ആ ഒരു സൗണ്ട് ഉണ്ടല്ലോടാ, ആ ഒരു വല്ലാത്ത. ഓ, മഴക്കാലത്ത് ഒന്നും കൂടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ടെററാവും തോന്നുന്നു കേട്ടോ ഇവിടെയൊക്കെ. പക്ഷെ ഓവറോൾ ലുക്ക് വൈസ് സംഭവം സൂപ്പറാട്ടോ. എടാ, ഇവനെ ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോളേ ഇത്ര പ്രതീക്ഷയിലാണ്. വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ തീരാതെ പ്രശ്നമുള്ളേ. ഇത് സംഭവം ഇതോട് തീർന്നു കിട്ടി. മഴ വരുന്നുണ്ട്. ഓവറോൾ നൈസ്. ഇവിടെ ഓരോരുത്തരും അത് പണിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് അവിടെയൊക്കെ. ഓവറോള് പൊളി പൊളി. ചെറിയല്ലേ ഇറങ്ങുള്ളൂ. നമ്മളെടാ ഇനിയിപ്പോ റോഡ് കഴിഞ്ഞ് ഇനി ഈ ഒരു വഴിയിലൂടെ ഞാൻ നടന്നു പോരുക. സംഭവം ഓവറോള് അതിൽ നിന്നൊരു 2-3 കിലോമീറ്റർ നടന്നു വരാനുണ്ട്. പക്ഷെ ഇതൊരു വേറൊരു ലെവൽ തന്നെ. കുരുമുളകായിട്ടും ഞാനേ നിങ്ങൾക്ക് ഈ മലയത്തെ ഇതിന്റെ പത്രി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതൊക്കെ ചെറിയ ബഡ് തൈ കാഴ്ച വരുന്നേ ഉള്ളൂ. ഒരു ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇത്ര വിചാരിച്ചില്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു എൻഡാണ്. ഒരു എൻഡിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇവിടെ ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് തന്നെ ഒന്ന് ആസ്വദിച്ച് നോക്കണം. എന്ന് വെച്ചാൽ ഫുള്ള് ഒരു കർഷകരുടെ ഒരു തനതായ എല്ലാ രീതിയിലും ഉണ്ട്. കുരുമുളകായാലും കവുങ്ങ് എല്ലാം ഒന്ന് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. നമ്മുടെ ചേമ്പ്, കുരുമുളക് ഞാനൊരു വെറൈറ്റി ഐറ്റം കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ വന്ന വഴിക്കാൻ കാണിച്ചു തന്നാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് പറിച്ചാണ് ജാതിക്കയൊക്കെ. ജാതിക്ക നമ്മുടെ നാട്ടിലൊന്നും ഇത്ര വലുതൊന്നും കിട്ടത്തില്ല, ഈ മലയിലായോണ്ടാണ്. ഓ, ഈ കുരുമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ പെപ്പർ. ഇതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ പല ഇതിലുണ്ടാവും. മറ്റേന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു ഇതിലാണല്ലോ ഉണ്ടാവുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത്ര ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഉണ്ടാവും. ഇതിൽ തന്നെ ഒരു നൊടി തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും.
ഓവറോൾ വേറെ ലെവല്. ഇപ്പൊ ആൽബിൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല. അധികം താമസമില്ലാതെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആവുക. എന്നിട്ട് റോഡും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ട ഇവിടെ വന്ന് എല്ലാവരും നിൽക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. നല്ല മഞ്ഞ് പുറത്ത് ഇത് കാലാവസ്ഥ നല്ല തണുപ്പ് തന്നെയാണ്. ഞങ്ങൾ വന്നപ്പോ തന്നെ നല്ല മഴയും പരിപാടിയൊക്കെയാണ്. എന്നാലും ഓവറോൾ ലൈക്ക് ഇറ്റ്. ഇവിടെ കാന്താരിയൊക്കെ ഇതൊക്കെ ശരിക്കും പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര കാര്യം കേട്ടോ. നമുക്ക് ഇവിടെ കണ്ട് കണ്ട് വലിയ ഇതില്ലാന്നേ ഉള്ളൂ. ബട്ട് പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര കാര്യമൊക്കെ തന്നെയാണ്. ഓവറോൾ ലൈക്ക് ഇറ്റ്. ആൽബിന നീ കുരുമുളക് പറഞ്ഞല്ലേ, കുരുമുളകൊക്കെ കായ്ക്കുന്ന സീസണാണ് ഇപ്പൊ. തോട്ടത്തിലൊക്കെ ഇങ്ങനെ വാതിലൊക്കെ വെച്ച് ഇത് ശരിക്കും മുളയും കൊണ്ടുള്ള കേട്ടോ. മുള ഇവിടെ പൂട്ടൊക്കെ വെച്ചിട്ട് സംഭവം സെറ്റപ്പ് ആണ്. ഓവറോള് ക്രിസ്തു ഈ വീടിന്റെ നായകൻ. ഇതെനിക്ക് തോന്നുന്നു ഇതൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. 10-15 വർഷത്തിന്റെ പാരമ്പര്യമുള്ള എല്ലാം കൊണ്ട് ഫുള്ള് ഇത് മണ്ണും കൊണ്ട് തേച്ചിട്ട് സംഭവം ചെയ്തിരിക്കുക. ഇതെന്നാണ് അതിന് ഇത് അത് കർഷകൻ ഫസ്റ്റ് അളവെടുത്തത് വെച്ചതാണ്. ഓ ഗ്രേറ്റ്. നല്ല തണുപ്പാട്ടോ ഇവിടെ. ഗുഡ്. ഒരു നൊസ്റ്റാളജി സെറ്റപ്പിലുള്ള റാന്തലൊക്കെ, പക്ഷെ വർക്കിംഗ് അല്ല. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടൊരു ആൽബിൻ. ഓവറോള് ഗുഡ്. ഒന്ന് വിട്ട് കറക്കി വയ്ക്കിയത്, കറക്കിക്കത് കറക്കണ്ട. അത് ഓട്ടോമാറ്റിക്കലി കാറ്റടിക്കുമ്പോൾ കറങ്ങും. 2 മിറർ അടുപ്പിച്ച് വെച്ചേക്കുക. അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റും ഇതിനകത്ത് റേഡിയോയും ഉണ്ട്. അപ്പോൾ ആ റേഡിയോ അരമണിക്കൂർ കൂടുമ്പോൾ ടൈമറിൽ ഓൺ ആവും. അപ്പം വന്യമൃഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ എന്തെങ്കിലും ആൾ താമസമുണ്ട് എന്നുള്ളൊരു മൂഡ് വരുത്താൻ വേണ്ടിയിട്ടാണ്. വെറൈറ്റി കർഷകന്റെ ബുദ്ധി. കൈ നിറച്ച് ചെടിയാ. ചായ കിട്ടിയിട്ട് അല്ലെ കുറച്ചും കൂടി പൊടി വേണമായിരുന്നോടാ. ഇത് ആക്ച്വലി ഞാൻ ഓൺലൈനിൽ കണ്ടതാണ്. ഇത് ശരിക്കും സസ്റ്റൈനബിൾ എന്നൊരു കൺസെപ്റ്റിൽ വാങ്ങിയതാണ്. അപ്പൊ ഇത് ശരിക്കും തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്ലാസ് ആവും. നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ മുംബൈയിലൊക്കെ പോലത്തെ സിറ്റികളിലൊക്കെ ഇങ്ങനത്തെ ട്രെൻഡ് തുടങ്ങി കഴിഞ്ഞു. ഗ്ലാസ് ആയിട്ട് ഗ്ലാസ് ആയിട്ട് കഴിക്കുക, ഇങ്ങനെ യൂസ് ചെയ്യാം. അടിക്കും ചിലപ്പോ പോവും. അത് കറക്റ്റ് ലോക്കാക്കണം അല്ലേ? നോക്കി കണ്ടും ചെയ്യാനല്ലേ. സ്റ്റീൽ ഗ്ലാസ്. ഓ സ്റ്റീൽ. അല്ലെ കുറച്ച് പഞ്ചസാര കൊണ്ട് വേണം കേട്ടോ. ആൽബിന്റെ പറമ്പിലേ ഒരു കൊല മൂത്ത് കിടക്കുന്നുണ്ട്. നമ്മളത് വെട്ടാനുള്ള പരിപാടി നോക്കാം. അപ്പൊ വാഴക്കൊല എങ്ങനെയാ വിട്ടത് കാണിച്ചു കേട്ടോ. ഇതിനാ ഇത് കണ്ടോ, നമ്മളെ എത്തുന്ന ഉയരത്തിന്ന് സാധനം വെട്ടിക്കഴിഞ്ഞാ സാധനം നമ്മുടെ കയ്യിലേക്ക് കത്തിക്ക് ചെറിയൊരു മൂർച്ചക്കുറവുണ്ടാകും എങ്കിലും കൊല പക്ഷെ സാധനം കുറെ കിളി കൊത്തിപ്പോയേ. ഓ കിളികൾക്കും ഭക്ഷണം വേണ്ട ഗൈസ്. കിളികൾ കുറെ കൊണ്ടുപോയി. തിന്നാൻ വേണ്ട തിന്നട്ടെ, അതിന്റെ ഹാഫ് എടുക്കാൻ വേണമെങ്കിൽ. പക്ഷെ നമ്മള് ഉണ്ടല്ലോ അതിന് ഹാഫ് എടുക്കാം. ഇല്ല കിളികടാ ടു ഡേഞ്ചർ. നിപ്പേ പക്ഷിപ്പനി കളയണ്ട. അത് നല്ലടാ. പോയടാ പച്ചേട്ടോ. ഇപ്പൊ പറിച്ച പഴം സംഭവം ഓറോളെ അങ്ങനെ മൂത്തിട്ടില്ല എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനൊരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓവറോൾ എല്ലാം കവർ ചെയ്യുന്ന ഒരു രീതിയിൽ പെരിയാറുണ്ട്, കാളികാവ്, പൂക്കോട്ടുംപാടത്തിന്റെ എഡ്ജൊക്കെ കാണാം. മലപ്പുറം ജില്ലേന്റെ ഒരു കുറേ ഭാഗങ്ങള് അതായത് നമ്മൾ അത്ര ടോപ്പിലാണ് നിൽക്കുന്നതിനാണ് ഈ കാണിക്കുന്നത് ഇവിടെ.
ദട്ടാണ് കടിച്ചിട്ടുണ്ട്. സംഭവം ഞങ്ങളിപ്പോ ആൽവിന്റെ മലയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സംഭവം അതിന്റെ ഒരു കൺസെപ്റ്റ് ഗുഡാണ്. അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണം. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ അറിയാം, ഫുൾ ഓവറോൾ ഒരു പ്രകൃതിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.